കണ്ടിട്ടില്ല ഞാൻ ഈ വിധം മലർച്ചെണ്ടു പോലുള്ള മാനസം. ഇത് ആരെക്കുറിച്ച് ആരോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പല മലയാള ബി എക്ക് പഠിക്കുന്ന കുട്ടികളോടാണ് ചോദിക്കുന്നതെങ്കിൽ അവർ പറയും ഇത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വിഖ്യാതമായ രമണൻ എന്ന കാവ്യത്തിൽ രമണനെക്കുറിച്ച് കാമുകിയായ ചന്ദ്രിക സുഹൃത്തായ അല്ലെങ്കിൽ തോഴിയായ ഭാനുമതിയോട് പറഞ്ഞതാണ് എന്ന് പറയും. അത് തെറ്റാണെന്നല്ല ഇവിടെ പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ 2024 ആണ്ടിൽ ആരെക്കുറിച്ച് ചോദിച്ചു, ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇത് LDF കൺവീനറും CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ സഖാവ് EP ജയരാജൻ TP കൊലക്കേസിൽ പ്രതിയായിരുന്ന 13-ാം പ്രതിയായിരിക്കവേ വിചാരണ കോടതി ശിക്ഷിക്കുകയും ജയിലിൽ കിടക്കുമ്പോൾ രോഗം മൂർച്ഛിച്ച് മരിക്കുകയും ചെയ്ത സഖാവ് PK കുഞ്ഞനന്തനെക്കുറിച്ച് പറഞ്ഞാണ്. കുഞ്ഞനന്തനടക്കമുള്ള പ്രതികളെ വിചാരണ കോടതി ശിക്ഷിച്ചു. അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. അപ്പീൽ പരിഗണനയിലിരിക്കുമ്പോൾ 2020-ാം ആണ്ടിലാണ് കുഞ്ഞനന്തൻ സഖാവ് പരലോകപ്രാപ്തനായത്. പരലോകം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം സംശയമാണ്. ഏതായാലും അദ്ദേഹം മരിച്ചുപോയി എന്നുള്ള സത്യമാണ്. അന്ന് വലിയ കോവിഡ് മഹാമാരി കത്തിപ്പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ച് പോലും കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമുള്ള ഒരുപാട് സഖാക്കൾ ഇദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തി. ഇല്ല മരിക്കുന്നില്ല, കുഞ്ഞനന്തൻ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള മുദ്രാവാക്യമൊക്കെ ഉണ്ടായി. മാത്രമല്ല, ഈ നിരപരാധിയും നിഷ്കളങ്കരും നിർദോഷിയുമായി ഇദ്ദേഹത്തെ കള്ളക്കേസിൽപ്പെടുത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടിയും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജയിലിലടച്ചു എന്ന വിലാപവും അന്ന് വളരെ ശക്തമായി ഉയർന്നു കേട്ടതാണ്. സാധാരണ ഇതിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ കേസ് പെൻഡിങ്ങിലായിരിക്കുമ്പോൾ പിന്നെ അയാൾ പ്രതി അല്ലാതെ പിന്നെ അയാൾക്ക് വേണ്ടി ആരും കേസ് നടത്തേണ്ട ആവശ്യമില്ല. അപ്പീൽ പരിഗണനയിലിരിക്കുമ്പോൾ മരിച്ചാലും അതുപോലെ തന്നെയാണ്. പക്ഷേ കുഞ്ഞനന്തൻ സഖാവിനെ അങ്ങനെ ഒരു കുറ്റവാളിയാക്കി കണ്ട് അദ്ദേഹത്തിന് മരണാനന്തരം കേസിൽ നിന്ന് ഒഴിവായി എന്ന് വരുത്തി തീർക്കാൻ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് എന്ത് പറ്റി? കുഞ്ഞനന്തൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഈ കേസിൽ കക്ഷി ചേർന്നു. വക്കീലിനെ വെച്ച് ഘോരമായിട്ട് കേസ് നടത്തി. കേസൊക്കെ ഗംഭീരമായിട്ട് നടന്നു. 59 ദിവസമായിരുന്നു ഈ TP കൊലക്കേസിൻ്റെ വാദം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നടന്നു. വൈപ്പിയും വിഷമത്യ കേസിൽ പോലും ഇത്രയധികം ദിവസം വേണ്ടി വന്നില്ല. സൂര്യനെല്ലി കേസിലും വേണ്ടി വന്നില്ല. ഒരുപക്ഷേ കേരള ഹൈക്കോടതിയിൽ ഒരു ക്രിമിനൽ കേസിൽ ഏറ്റവും അധികം ദിവസം വാദം നടന്ന് ഇതിലായിരിക്കും. അങ്ങനെ 59 ദിവസം ബാധിച്ചു. അതിൻ്റെ അകത്ത് കുഞ്ഞാനന്ദൻ്റെ വക്കീലും കോഴി കൊത്തണ പോലെ കൊത്തി. കുഞ്ഞാനന്ദൻ്റെ വക്കീലല്ല, കുഞ്ഞാനന്ദൻ്റെ സഹധർമ്മിണിക്ക് വേണ്ടി വാദിച്ച വക്കീൽ, കുഞ്ഞാനന്ദന് വേണ്ടി വാദിച്ച വക്കീൽ ഘോരമായി വാദിച്ചു. കുഞ്ഞനന്തൻ നിരപരാധിയാണ്, നിഷ്കളങ്കനാണ്, നിർദോഷിയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ എന്ത് ചെയ്യാം, ഡിവിഷൻ ബെഞ്ചിന് ബോധ്യപ്പെട്ടില്ല. കുഞ്ഞനന്തൻ മരിച്ചു പോയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം തെളിഞ്ഞിരിക്കും എന്ന് കോടതി ഫൈൻ ചെയ്തു. കുഞ്ഞനന്തൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് കീഴ്ക്കോടതിയുടെ കണ്ടെത്തൽ ഹൈക്കോടതി സ്ഥിരീകരിച്ചു, ശരിവെച്ചു. കുഞ്ഞനന്തൻ മരിച്ചു പോയതുകൊണ്ട് ഇനി തുടർന്ന് ജയിലിൽ കിടക്കേണ്ടതില്ല എന്നും കോടതി നിരീക്ഷിച്ചു. അപ്പോൾ പ്രശ്നം തീർന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇല്ല. നമ്മുടെ സഖാവ് ജയരാജൻ പറയുന്നത് കുഞ്ഞനന്തൻ ഒരു ലോല ഹൃദയനായിരുന്നു. എന്തായിരുന്നു? ലോല ഹൃദയനായിരുന്നു. അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അത്രയും സാധുവായ, നിഷ്കളങ്കനായ, ശുദ്ധഗതിക്കാരനായ ഒരു സഖാവായിരുന്നു. ഒരു ധീരവിപ്ലവകാരി എന്ന് പറയാൻ പറ്റുന്ന ഒരു ശാന്ത വിപ്ലവകാരിയായിരുന്നു. വിപ്ലവത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഒരാളായിരുന്നു. പാവപ്പെട്ടവരുടെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ച ഒരു കർമ്മയോഗിയായിരുന്നു. എന്താ പറയുക, എൻ്റെ ഗൽഗതം കൊണ്ട് എൻ്റെ തൊണ്ടടഞ്ഞു പോവുകയാണ്. അങ്ങനെയാണ് ജയരാജൻ സഖാവ് പറഞ്ഞത്. മറ്റ് സഖാക്കളൊക്കെ പറഞ്ഞത് തന്നെയാണ്. ഗോവിന്ദൻ മാഷും പറഞ്ഞത് ഈ കുഞ്ഞനന്തൻ ഒരു ത്യാഗിയായിരുന്നു. സത്യം പറഞ്ഞ കിർമാണി മനോജ് ഒരു ത്യാഗിയല്ലേ? അല്ലേ? എൻ്റെ അഭിപ്രായത്തിലാണ്. അദ്ദേഹവും കട്ടുറുമ്പിനെ പോലും ഉപദ്രവിച്ചിട്ടില്ല. ഒരു ചോണൻ ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാത്ത ആളാണ് ട്രൗസർ മനോജ്. അതുപോലെ തന്നെയാണ് കൊടിസുരി. അത് ഒരു ഉറുമ്പിനെ ദ്രോഹിച്ചിട്ടില്ല. ചിലപ്പോൾ കാശ് കിട്ടാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കും, ചിലപ്പോൾ ആൾക്കാർ ഇടിക്കും, ചിലപ്പോൾ വെട്ടും, ചിലപ്പോൾ കുത്തും. പക്ഷേ ഉറുമ്പിനെ ദ്രോഹിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു പീഡ എറുമ്പിനും വരുത്തരുതേ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ് ഇവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. ഒരു ഉറുമ്പിനും അവർ യാതൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. ആരും ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കും, അല്ലെങ്കിൽ മറ്റേ കുഴൽപ്പണ ഇടപാടുകാരെ വിരട്ടി കാശ് മേടിക്കും. ചിലപ്പോൾ ആളെ കൊല്ലാൻ വേണ്ടി പോകും, ചിലപ്പോൾ കൈ വെട്ടും, ചിലപ്പോൾ കാല് വെട്ടും. ഇപ്പോൾ TPയുടെ കാര്യത്തിൽ ചെയ്ത പോലെ 51 വെട്ടോ 52 വെട്ടൊക്കെ വെട്ടും. എന്നല്ലാതെ ഉറുമ്പിനെ ദ്രോഹിച്ച ചരിത്രം കുഞ്ഞനന്തനുമില്ല, മരിച്ചുപോയ അശോകനുമില്ല.
അതുപോലെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ജ്യോതിബാബുവിനോ കൃഷ്ണനോ ആർക്കുമില്ല. അവർ ചിലപ്പോൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷേ ഉറുമ്പിനെ ദ്രോഹിച്ചു എന്നൊരു പരിഭവം, ഒരു പരാതി, ആ ഒരു കുറ്റാരോപണം ഈ പറഞ്ഞ ഒറ്റ സഖാവിനെതിരെ ഉണ്ടായിട്ടില്ല. കിർമാണി മനോജിനോ ട്രൗസർ മനോജിനോ അണ്ണൻ സിജിത്തിനോ മുഹമ്മദ് ഷാഫിക്കോ, അതുമല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ ശിക്ഷിക്കപ്പെട്ട ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ നിൽക്കുന്ന ജ്യോതി ബാബുവിനോ ഒരാൾക്കും ഉണ്ടായിട്ടില്ല. മോഹൻ മാഷ് പോലും ഒരു റൂമ്പിനെ ഉപദ്രവിച്ചു എന്ന് കേട്ടിട്ടില്ല. എന്തിന്? തീരെ ചെറുപ്പത്തിൽ തലശ്ശേരിയിൽ ഒരാളെ വെട്ടിക്കൊന്ന കേസിൽ ഒന്നാം പ്രതിയായിരുന്ന സഖാവ് പിണറായി വിജയൻ, നമ്മുടെ കാരണഭൂതൻ, അല്ലെങ്കിൽ മൂന്നാം പ്രതിയായിരുന്ന കാലം ചെയ്ത കോടിയേരി ബാലകൃഷ്ണൻ, ഇവരാരെങ്കിലും ഉറുമ്പിനെ ദ്രോഹിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ല. അവർ ചിലപ്പോൾ ആളെ കൊന്നുണ്ടാവും. വാടിക്കൽ രാമകൃഷ്ണനെ മഴുകൊണ്ട് വെട്ടിക്കൊന്നു എന്നൊരു ആരോപണം പിണറായി വിജയനെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഉറുമ്പിനെ ദ്രോഹിച്ചു എന്നൊരു പരാതി ഇന്ന് വരെ കെ സുധാകരൻ പോലും പറഞ്ഞിട്ടില്ല. കെ സുധാകരനാണല്ലോ പിണറായി വിജയനോട് ഏറ്റവും എതിർപ്പുള്ള അല്ലെങ്കിൽ വിരോധമുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥിരമായി ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അതൊരു പ്രത്യേക ആക്ഷൻ കാണിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഉറുമ്പിനെ ദ്രോഹിച്ചു എന്ന ഒരു പരാതി ഇന്ന ദിവസം വരെ കാരണഭൂതനെതിരെ ഉണ്ടായിട്ടില്ല, കോടിയേരി ബാലകൃഷ്ണനെതിരെ ഉണ്ടായിട്ടില്ല, ഇ പി ജയരാജനെതിരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പി ജയരാജനെ പറ്റി പോലും ഉണ്ടായിട്ടില്ല. പി ജയരാജൻ വലിയ രക്തദാഹിയാണ്, ഒരുപാട് പേരെ കൊന്നതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. ഈ കേസിൽ തന്നെ, ടി പി കേസിൽ തന്നെ ഒരു സൂത്രധാരൻ എന്ന് പറയുന്നത് ജയരാജനാണെന്ന് പറയുന്നവരുണ്ട്. പി ജയരാജൻ, പി മോഹനൻ, ഇങ്ങനെയുള്ള ആളുകളെ പറ്റി പലതും പറയുന്നുണ്ട്. പക്ഷേ അവരാരും ഒരു ഉറുമ്പിനെ ദ്രോഹിക്കാത്ത ലോലഹൃദയരാണ്. ഇ പി ജയരാജനെ കുറിച്ചാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അത്ര ചൂട്ട്. ഒരു അധ്യാപകനെ ക്ലാസ്സിൽ കയറി വെട്ടിക്കൊന്ന കേസ് ഓർമ്മയുണ്ടാവുമല്ലോ, ജയകൃഷ്ണൻ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ വെട്ടിക്കൊന്നുള്ളതല്ല, ഈ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ലോലഹൃദയരായ ചില സഖാക്കൾ ഇയാളെ കൊലപ്പെടുത്തി. എല്ലാം ലോലന്മാരാണ്. വെട്ടിക്കൊലപ്പെടുത്തിയ കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ 7 പ്രതികളുണ്ടായിരുന്നത്. ഒരാളുടെ വധശിക്ഷ RSSകാർ അന്ന് തന്നെ നടപ്പാക്കി. മറ്റൊരു ലോലഹൃദയൻ ഇതിൻ്റെ വിചാരണ തീർന്ന് വിധി പറഞ്ഞേക്കുമ്പോയിട്ട് തീവണ്ടിയുടെ മുമ്പിൽ ചാടി ജീവനൊടുക്കി. കാരണം അത്രയും ലോലഹൃദയനാണ്. കോടതി ശിക്ഷിച്ചാലോ എന്ന് പേടിച്ച് തീവണ്ടിയുടെ മുമ്പിൽ ചാടി മരിച്ചു കളഞ്ഞു. അങ്ങനെ ബാക്കി 5 ലോലന്മാരാണ് കോടതി വിചാരണ അവസാനം വരെ നേരിട്ടത്. 5 പേരും തൂക്കം വിധിച്ചപ്പോൾ അന്ന് ചന്ദ്രദാസ് എന്ന് പറഞ്ഞൊരാളായിരുന്നു തലശ്ശേരിയിൽ സെഷൻസ് ജഡ്ജി. അന്ന് ഈ ലോലഹൃദയനായ സഖാവ് ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ സഖാക്കൾ എല്ലാം ലോലന്മാരാണ്, എല്ലാവരും ചേർന്ന് വലിയ മുദ്രാവാക്യം വിളിച്ചു, ചന്ദ്രദാസെ തെമ്പാടി തട്ടിക്കളയും കട്ടായം എന്ന് പറയും. പിന്നെ ഹൈക്കോടതി എന്ത് ചോദിച്ചാൽ ചന്ദ്രദാസിന് അന്ന് തലശ്ശേരിയിൽ നിന്നും മഞ്ചേരിക്ക് സ്ഥലം മാറ്റി. കാരണം ഈ ചന്ദ്രദാസ് അത്രയും ലോലഹൃദയനായിരുന്നില്ല, അതുകൊണ്ടുള്ള സഖാക്കളെ ശിക്ഷിച്ചത്. കഠോര ഹൃദയനായിരുന്നു. 5 സഖാക്കളെ തൂക്കം വിധിച്ചു. അന്ന് മഞ്ചേരിയിൽ അദ്ദേഹത്തെ തലശ്ശേരിയിൽ നിന്ന് മഞ്ചേരിക്ക് മാറ്റി. മഞ്ചേരിയിൽ ഈ മുസ്ലിം ലീഗുകാരൊക്കെ ധാരാളമുണ്ട്. ചന്ദ്രദാസിന് പെൻഷൻ പറ്റണവരെ അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റി. അവിടെ CPM-കാർ കുറവും ലീഗുകാർ കൂടുതൽ വരും. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുള്ള ആൾക്കാരാണ്. ഇ പി ജയരാജനാണെങ്കിലും ശരിയാണ്, MP ജയരാജനാണെങ്കിലും ശരിയാണ്, പി ജയരാജനാണെങ്കിലും ശരിയാണ്. ആ കൂട്ടത്തിൽ അല്പം മോശക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഗോവിന്ദൻ മാഷും, പിന്നെ മരിച്ചുപോയ തായമ്പത്ത് ഗോവിന്ദനും മാത്രമായിരുന്നു. പി ശശി, അവരാരും മോശക്കാരൊന്നുമല്ല. ഇവരൊക്കെ വില്ലാളി വീരന്മാരാണ്, എല്ലാം ലോലഹൃദയരാണ്. ഒരു ഉറുമ്പിനെയും ഇന്ന് വരെ ഉപദ്രവിക്കാത്തവർ ഇനിയും ഉപദ്രവിക്കില്ല. ആ കാര്യം ഞാൻ എഴുതി വെച്ചുതരാം. കാരണം ഉറുമ്പിനെ ഉപദ്രവിക്കുന്നതിൽ ഇവർ വിശ്വസിക്കുന്നില്ല. ഉറുമ്പിനെ ഉപദ്രവിക്കരുതെന്നുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. സഖാവ് ഫ്രെഡറിക് എംഗൽസ് അത് പ്രത്യേകം എഴുതി അതിൻ്റെ അടിയിൽ അടിവരയിട്ടിട്ടുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിലുണ്ട്. പാർട്ടിയിൽ ചേരുന്നവരാരും തന്നെ ഉറുമ്പിനെ ഉപദ്രവിക്കാത്തവരായിരിക്കണം. സഹജീവികളോട് വലിയ സ്നേഹവും കാരുണ്യമുള്ളവരായിരിക്കണം. ഈ ബിംബിസാരൻ്റെ ആട്ടിൻകുട്ടിയുടെ കഥ അറിയാലോ. പണ്ട് ബിംബിസാരൻ ഒരു യാഗം നടത്തുന്ന സമയത്ത് ആടിനെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നത് അതിലൊരു മുടന്തുള്ള ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. ആ ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് ബുദ്ധൻ യാഗശാലയിലേക്ക് ചെല്ലുകയും ബിംബിസാരനോട് അഹിംസയെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് കേട്ട് ബിംബിസാരൻ്റെ മനപരിവർത്തനം ഉണ്ടാകുകയും അദ്ദേഹം ഈ ബുദ്ധഭഗവാൻ്റെ കയ്യിലിരിക്കുന്ന ആട്ടിൻകുട്ടിയല്ല, എല്ലാ ആട്ടിൻകുട്ടികൾക്കും സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ ആട്ടിൻകുട്ടികളുടെ വലിയൊരു വിമോചനം അവിടെ സാധ്യമായി. അതോടെ യാഗം ഇല്ലാതായി എന്നുള്ളതാണ് ചരിത്രം. അതുപോലെയുള്ള ഈ ബുദ്ധഭഗവാനെ പോലെ ദയയും കരുണയും സഹജീവി സ്നേഹമുള്ള ആൾക്കാരാണ് CPM-കാർ. അവരാരും കൊല്ലില്ല, ആരും ഉപദ്രവിക്കില്ല. ഒരു പീറയുടെ എറുമ്പിനും വരുത്തരുത് എന്ന നാരായണഗുരുവിൻ്റെ ഈ ഉപദേശം സ്വജീവിതം കൊണ്ട് തെളിയിച്ചവരാണ്. അങ്ങനെയുള്ള ധീര സഖാക്കളെയാണ് ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി കൂടി കള്ളക്കേസിൽ കുടുക്കി പ്രതികളാക്കി കോടതിയിൽ വിചാരണ ചെയ്ത്
അതിൽ 13-ാം പ്രതിയായിട്ട് പാവം കുഞ്ഞനന്തനെ ഉൾപ്പെടുത്തി. അദ്ദേഹത്തെ സെഷൻസ് ജഡ്ജിയെ കൊണ്ട് ശിക്ഷിപ്പിച്ചു. ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ കൊണ്ട് അദ്ദേഹം മരിച്ചതിന് ശേഷം പോലും അദ്ദേഹം കുറ്റക്കാരനാണെന്ന ഫൈൻഡിങ്ങിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തൊരു അക്രമമാണെന്ന് ആലോചിച്ചു. നമ്മുടെ പാർട്ടിക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണം കിട്ടുമ്പോൾ ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഈ ഹൈക്കോടതി സെഷൻസ് കോടതിയൊക്കെ ഇല്ലാതാക്കും. പിന്നെ പാർട്ടി കോടതി മാത്രം. ചൈനയിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സുദിനം നമ്മൾ സ്വപ്നം കാണുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവും. മിക്കവാറും നമ്മുടെ ഇളമരം കരീമായിരിക്കും അടുത്ത പ്രധാനമന്ത്രി. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് സമൂല പരിവർത്തനം ഉണ്ടാവും. അപ്പോൾ മരിച്ചുപോയ കുഞ്ഞനന്തൻ സഖാവ് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുക. അദ്ദേഹത്തെ മാർപ്പാപ്പയുടെ അടുത്ത വരവിന് മാർപ്പാപ്പയ്ക്ക് കൂടി സൗകര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിശുദ്ധനാക്കാനും പാർട്ടി മടിക്കില്ല. ഇനി മാർപ്പാപ്പ ഇല്ലെങ്കിൽ പാർട്ടി തന്നെ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. ആ വിപ്ലവം ജയിക്കട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.